സംഭവമാക്കി ഈ ജലോത്സവത്തെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ടൂറിസത്തിന്റെ പേര് പറയുന്നതല്ലാതെ ടൂറിസത്തിന്റെ പറയുന്നത് പലപ്പോഴും ടൂറിസ്റ്റുകൾക്ക് ഈ ജലോത്സവം കാണാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖകരമായ സത്യം പറഞ്ഞുകൊണ്ട് ഈ ജലോത്സവം പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന കല്ലട ജലോത്സവം ഏതാനും നിമിഷങ്ങൾക്കകം കല്ലടയാറിന്റെ മുതിരപ്പുറം കാരുത്രങ്ങൾ എന്ന സായത്തിൽ ആരംഭിക്കുകയാണ്. ആ കൊച്ചുവള്ളങ്ങൾ ട്രാക്കിന്റെ കുറ്റിയിൽ നിന്നും വിട്ടുനിൽക്കുക. റൈസ് മോണിറ്ററിംഗ് കമ്പനിയോട് മികച്ച മത്സരമാണ്, ഊക്കൻ പ്രകടനമാണ്. ചമ്പക്കുളം, കാരിച്ചാൽ, കരുവാറ്റ ഒരു വള്ളം പുറകോട്ട് പോയിരിക്കുക. ഒന്നാം ട്രാക്കിലെ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിലെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിലെ കരുവാറ്റ എന്നുള്ള മത്സരത്തിൽ ഒരു വള്ളം പുറകോട്ട് പോയിരിക്കുക. ഞാൻ അടുത്ത് വരട്ടെ, എത്ര രസകരമാണ്. അങ്കക്കാലി നാദം പൂണ്ട ആ 400 പരം വേഴ്ചക്കാർ ചെറുനയമം കൊണ്ട് ചില പങ്കായങ്ങൾ കൊണ്ട് കുത്തിയെറിഞ്ഞ് കടന്നു വരുന്ന ഉജ്ജ്വലമായ മത്സരം. ഒന്നാം ട്രാക്കിലെ കാരിച്ചാല്, രണ്ടാം ട്രാക്കിലെ കാരിച്ചാല്, മൂന്നാം ട്രാക്കിലെ കരുവാറ്റ, ഒന്നാം ട്രാക്കിലെ ചമ്പക്കുളം, രണ്ടാം ട്രാക്കിലെ വള്ളം കുതിച്ചു കയറിയ കാരിച്ചാൽ. കൊല്ലം സീസൺ കൊല്ലത്തിന്റെ അഭിമാനഭാജനമായ കൊല്ലത്തിന്റെ വീരജേതാവായ കാരിച്ചാൽ കടന്നു വരുന്ന 24, 25, 26, 80, 82, 2000 മുതൽ 2008 വരെ പരിശ്രമം സൃഷ്ടിച്ച മോഹിനി മകരമത്സ്യം പോലെ കടന്നു വരുന്ന കാരിച്ചാൽ, കടന്നു വരുന്ന കാരിച്ചാൽ, അങ്ങനെ കാരിച്ചാൽ എത്ര സുന്ദരമായ കരുവാറ്റ, ചമ്പക്കുളം വീണ്ടും മത്സരം എത്ര സുന്ദരം, എത്ര അഭിമാനം, എത്ര മനോഹരം, എത്ര കമനീയം, എത്ര രോമാഞ്ചം. അങ്ങനെ കുതിച്ചു കടന്നു വരുന്ന കാരിച്ചാൽ മകരമത്സ്യം പോലെ അങ്കത്തടി നാളം മുറ്റി ചില രാജാവ്, ചില ചക്രവർത്തി കൊല്ലം ഞാനൊരു രാജഹംസമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാനൊരു അലസ രാജഹംസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പങ്കായിട്ട് രണ്ടാം പങ്കായി കുത്തിയെറിഞ്ഞുകൊണ്ട് കരുവാറ്റ കടന്നു വരിക. അങ്ങനെ ചമ്പക്കുളവും കാരിച്ചാലും കരുവാറ്റ എന്നുള്ള മത്സരത്തിൽ ഔദ്യോഗികമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം. എങ്കിലും കണ്ടുപോകാനായിട്ട് നിവർത്തിയില്ല. രണ്ടാം ട്രാക്കിലൂടെ കിടന്നുകൊണ്ട് കാരിച്ചാൽ കുതിച്ച് കടന്നു വന്നു. ഒന്നാം ട്രാക്കിലൂടെ കിടന്നുകൊണ്ട് ചമ്പക്കുളം മൂന്നാം ട്രാക്കിൽ കരുവാറ്റ കടന്നു വന്നു. അങ്ങനെ 3 വള്ളങ്ങളും ഒരുപോലെ കടന്നു വന്നു. പിന്നെ ഔദ്യോഗികമായി ജലോത്സവത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ M.A. ദേവിയുടെയും ശക്തമായ ശ്രമത്തിന്റെ ഫലമായി ഈ ജലോത്സവം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ജലോത്സവങ്ങളിൽ ഒന്നായി മാറുവാൻ ഈ ജലോത്സവത്തിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്ന വിശിഷ്ടാതിഥികളെല്ലാം തന്നെ മത്സരിച്ചാൽ ആരാണ് ജന്മം സൃഷ്ടിക്കുക? ആ കാറ്റിന്റെ കരസ്പർശം കൊണ്ട് അങ്ങനെ ചന്ദന സുഗന്ധവും പേറി അങ്ങനെ മലകളിൽ നിന്ന് കടന്നു വരുന്ന തെക്കൻ കാറ്റിന്റെ കരസ്പർശം കൊണ്ട് ആ അമരത്ത് നിൽക്കുന്ന ധ്വജങ്ങൾ അങ്ങനെ രണഭൂമിയിലേക്ക് ഭയമാകാദികൾ കുതിച്ചു വരുന്നത് പോലെ, ഗജഗജാദികൾ കുതിച്ചു വരുന്നത് പോലെ, ഭയമാകാദികൾ കുതിച്ചു കടന്നു വരുന്നത് പോലെ, കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് കർണാർജുന യുദ്ധം പോലെ, മാധവ ജരാസന്ധ യുദ്ധം പോലെ അങ്ങനെ കടന്നു വരിക. കരുവാറ്റായും അനാരിയും ജവദർത്തായങ്കരി ഇടിച്ചിടിച്ച് കയറുകയല്ലേ. മനുഷ്യ ഹൃദയത്തിന്റെ താളം പോലെ വെടിതടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഭൂം ഭൂം വന്നിടിച്ച് കുതിച്ചു കടന്നു വരിക. കരുവാറ്റ, അനാരി, ജവദർത്തായങ്കരി ഊർജ്ജമായ മത്സരം. 2-3 പൗരനാകെ ഇളകി മറിയുന്നു, ആവേശം മൂക്കുന്നു, കാണികളെ അനാരി, ജവദർത്തായങ്കരി മത്സരം. രണ്ടാം ട്രാക്കിൽ അനാരി കുതിച്ച് കയറുക, അനാരി കുതിച്ച് കയറുക. 2 അനാരി, ജവദർത്തായങ്കരി അനാരി. അങ്ങനെ 24 വെള്ളം 17 വെള്ളം എന്നുള്ള സുന്ദരമായ മത്സരം. അത് ഒരു വള്ളം പുറകോട്ട് പോയി, ഒരു വള്ളം പുറകോട്ട് പോയി. ശ്രീവിനായകൻ അങ്ങനെ ശ്രീവിനായകൻ കുതിച്ച് കടന്നുവരിക. സുന്ദരമായ മത്സരം. അനാരി, ശ്രീവിനായകൻ, മനോഹരമായ പോരാട്ടം.
അങ്ങനെ സുന്ദരമായ അതിമനോഹരമായ രണ്ടാം പാദ മത്സരവും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ